മണ്ണ് ഫില്ലിങ്ങൊക്കെ നടക്കേണ്ട സ്ഥലമായതുകൊണ്ട് കുറച്ച് ഡിലേ ആവാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എന്തായാലും ഒരു കോഴിക്കോട് ബൈപ്പാസിൽ കാണുന്നത് പോലൊരു ഫ്രണ്ട്സ്, എന്നെ ചെറുതാറ് കോഴിക്കോട് ജില്ലയിലെ മറ്റൊരു അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തിരുവങ്ങൂർ മുതൽ ചെങ്കോട്ടുകവ വരെയാണ്. എന്നെ ചെറുതാറ് കേരളത്തിലെ ഫുൾ വീഡിയോ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോ അപ്ഡേറ്റുകളായിട്ട് ഞങ്ങൾ നിങ്ങളെ കൂടെ എത്തുന്നതാണ്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല, നമുക്ക് നേരെ വീഡിയോ ചെയ്യാം. ഇപ്പോൾ തിരുവങ്ങൂർ ഭാഗത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ തിരുവങ്ങൂരിലെ ഒരു അപ്ഡേറ്റ് പറയാമെങ്കിൽ എനിക്കങ്ങനെ ഒരു വലിയൊരു അപ്ഡേറ്റ് ഒന്നും ഇവിടെ കാണുന്നില്ല. ഒരു 6 മാസം കൊണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രം കാണുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വലിയൊരു അപ്ഡേറ്റ് ഒന്നും ഇവിടെ ഇല്ല. പിന്നെ മണ്ണ് ഫില്ലിങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഈ സർവീസ് റോഡ് 6 മാസം മുമ്പ് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇവിടെ തിരുവങ്ങൂർ ഈ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് മണ്ണ് ഫില്ലിങ്ങൊക്കെ ആവശ്യമുള്ള സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു വർക്ക് ഇവിടെ നടക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് മുന്നോട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് വെറ്റിലപ്പാറ എന്ന സ്ഥലത്തൂടെയാണ്. ഞാനൊരു ബോർഡ് കണ്ടു. ആ ബോർഡിൽ ഇങ്ങനെ വെറ്റിലപ്പാറ എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെയൊക്കെ 6 മാസത്തെ അപ്ഡേറ്റ് കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. അതായത് ഒരു ഭയങ്കരമായിട്ടൊരു മുന്നേറ്റമൊന്നും എനിക്കിവിടെ കാണാൻ പറ്റില്ല. കുറച്ചൊക്കെ വർക്ക് നടക്കുന്നുണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ അങ്ങനെ തിരുവങ്ങൂർ കഴിഞ്ഞ് മുന്നോട്ടാണ്. ഇവിടെയൊക്കെ നല്ല ഫാസ്റ്റാണ് കേട്ടോ വർക്ക്. 6 മാസം കൊണ്ട് വളരെ വ്യത്യാസമുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് പൂക്കാടെന്നാണ്. പൂക്കാടും ഒരു അപ്ഡേറ്റ് പറയാമെന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കോൺക്രീറ്റ് വർക്കൊക്കെ തുടങ്ങണതേ ഉള്ളൂ. ഇത് വർഷം കുറേ ആയിട്ടും വർക്ക് തുടങ്ങുന്നതൊക്കെയാണ് ഈ പൂക്കാട് ഭാഗത്ത് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് മണ്ണ് ഫില്ലിങ് ആവശ്യമുള്ള സ്ഥലമാണ്. കാരണം ഇവിടെ അണ്ടർ പാസേജ് ആയതുകൊണ്ട് മണ്ണ് ഫില്ലിങ്ങൊക്കെ നടക്കേണ്ട സ്ഥലമായതുകൊണ്ട് കുറച്ച് ഡിലേ ആവാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എന്തായാലും ഒരു കോഴിക്കോട് ബൈപ്പാസിൽ കാണുന്നത് പോലൊരു വർക്കിൻ്റെ ഫാസ്റ്റ് ഒന്നും ഈ ഒരു ഭാഗത്തില്ല. ചിലപ്പോൾ വർക്ക് തുടങ്ങി കഴിയുമ്പോൾ ഫാസ്റ്റായിട്ട് പോവായിരിക്കും. പക്ഷെ എന്തായിരുന്നാലും അങ്ങനൊരു ഫാസ്റ്റസ്റ്റായിട്ട് ഒരു വർക്ക് എനിക്ക് ഈ ഭാഗങ്ങളിൽ കാണാൻ പറ്റുന്നില്ല. പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ കുറച്ച് വർക്ക് നടന്നിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് ഇവിടെ വർക്ക് മണ്ണ് ഫില്ലിങ്ങൊന്നുമില്ല, നോർമലാണ്. അതുകൊണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ വർക്ക് കംപ്ലീറ്റ് ആണ്. മണ്ണ് ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് കുറച്ച് ഡിലേ വരാൻ സാധ്യത. അത് ആ ഒരു ഡിലേ നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നു.
ചെങ്കോട്ട് കഴിഞ്ഞ് മുന്നോട്ടാണ് കേട്ടോ. ഇവിടെ നല്ല രസമാണ് കേട്ടോ. ഇടത് സൈഡിലൊരു റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട്. ഇങ്ങനെ കണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്തൊക്കെ പോകാൻ പറ്റും. ഈ സ്ഥലത്തിൻ്റെ പേര് ചേമഞ്ചേരി. നമ്മളിപ്പോൾ കോഴിക്കോട് ചേമഞ്ചേരി ഭാഗത്തൂടെയാണ് പോകുന്നത്. ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷനാണ് ഈ ഇടത് സൈഡിൽ കാണുന്നത് കേട്ടോ. കുറച്ച് കാലം മുമ്പ്, അതായത് ഒരു 6-7 മാസം മുമ്പ് വന്നപ്പോൾ ഇവിടെ അധികം ഒരു വർക്ക് പറയാനില്ലായിരുന്നു. ഒന്നും ഒരു വർക്കും അങ്ങനെ നടക്കാതിരുന്ന സ്ഥലമാണ്. ഇവിടെ ഇപ്പം ഫാസ്റ്റായിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സൈഡ് ടാറിങ് വർക്ക് തന്നെ കംപ്ലീറ്റ് ആയി. പിന്നെ ഇവിടെ കുറച്ച് മണ്ണ് ഫില്ലിംഗ് ഒക്കെ ഉള്ള ആവശ്യമുള്ളൊരു സ്ഥലമായിരുന്നു. കണ്ടാ ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അവിടെ കുറച്ച് താഴ്ന്ന സ്ഥലമാണ്. അവിടെ മണ്ണ് ഫില്ലിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. എന്തായാലും അന്ന് കണ്ട ഒരു ലെവൽ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ട് വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതാണ് അതിന് ശേഷമുള്ള കാഴ്ചകൾ. അവിടെയും കുറച്ച് മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട് കേട്ടോ. അണ്ടർ പാസേജ് ലെവൽ ഇവിടെ ഇനി മണ്ണിട്ട് ഫില്ല് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് എന്തായിരുന്നാലും ഈ ഒരു ഭാഗത്തും കുറച്ച് വർക്ക് ഡിലേ കാണുന്നുണ്ട്. കാരണം ഇനി ഒരു സൈഡ് ലെവലാക്കി അല്ലെങ്കിൽ സർവീസ് റോഡ് കറക്റ്റ് ചെയ്ത് അതുവഴി വണ്ടികൾ വിട്ടതിന് ശേഷം മാത്രമേ സെൻട്രൽ ഭാഗത്തിന് കോൺക്രീറ്റ് ഉണ്ടാവൂ. കണ്ടോ, വൺ സൈഡ് കോൺക്രീറ്റ് ഇട്ട് നിർത്തിയിരിക്കും. അപ്പോൾ ഇനി രണ്ട് സൈഡും സർവീസ് റോഡിൻ്റെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു. റൈറ്റ് സൈഡിൽ ഓൾമോസ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയതുപോലെയാണ്. അതുപോലെ ഇടത് സൈഡിലും സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു കുറച്ച് മുമ്പ് വന്ന, അതായത് 6 മാസത്തിൻ്റെ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ കുറച്ച് ഫാസ്റ്റാണ് ഇവിടെ. ആ സർവീസ് റോഡിൻ്റെയൊക്കെ വർക്ക് അവിടെ തുടങ്ങിയതായിട്ട് തന്നെ കാണാം. പിന്നെ ഇവിടെ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോഴും അങ്ങനെ ഒരു അപ്ഡേറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ പേര് പൊയിൽക്കാവ് എന്നാണ് കേട്ടോ. പൊയിൽക്കാവാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ പൊയിൽക്കാവ് റോഡ് കുറച്ച് നല്ല രീതിയിൽ കുറച്ച് ഭാഗം കഴിഞ്ഞിട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ അടിപൊളിയായിട്ട് ടാർ ചെയ്തിട്ടുണ്ട്. പൊയിൽക്കാവ് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഇതാണ് സംഭവം. കുറച്ച് വലിയൊരു ഫ്ലൈ ഓവറും കാര്യങ്ങളൊക്കെയാണ് കുറേ അപ്പുറത്ത്. അപ്പോൾ അതിൻ്റെ ഒരു വർക്ക് നടക്കുന്നുണ്ട്. കണ്ടോ, ഇത് പഴയ റോഡാണ്. ചെങ്കോട്ട് കാവാണ്. പൊയിൽക്കാവ് കഴിഞ്ഞ് ഇപ്പം നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് ചെങ്കോട്ട് കാവാണ്. അപ്പോൾ ചെങ്കോട്ട് കാവിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കൊയിലാണ്ടി ബൈപ്പാസ്സായിട്ടാണ് ഹൈവേ പോണത്. ചെങ്കോട്ട് കാവുന്ന് കൊയിലാണ്ടി കഴിഞ്ഞ് നന്ദി വരെ ഒറ്റ ബൈപ്പാസ്സാണ്. അപ്പോൾ അങ്ങോട്ട് വണ്ടികൾ പോകുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഒന്ന് ആ വഴി പോകാൻ നോക്കുകയാണ്. മാക്സിമം നമുക്ക് അങ്ങനെ തന്നെ പോവാം. ഫ്രണ്ട്സ്, ഈ ഒരു പാർട്ട് നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്നെ ചെറുതാറ് കേരളത്തിലെ ഫുൾ വീഡിയോ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം.